ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. ആനേറ സ്വിഫ്റ്റ് ഡിപ്പോയിലാണ്. ഇവിടെയാണ് പുതിയ വണ്ടികളൊക്കെ വന്നിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്തിട്ടുള്ള സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമുള്ള ഫണ്ടിൽ നിന്ന് 2 EV ബസ്സുകൾ വാങ്ങിയിട്ടുണ്ട്. സ്വിച്ച്, അതായത് അശോക് ലേലാൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള സ്വിച്ച് എന്ന് പറയുന്ന EVക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഒരു കമ്പനിയാണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ചിൻ്റെ ഡബിൾ ഡെക്കർ EV ബസ്സുകളാണ് 2 തിരുവനന്തപുരം സിറ്റിയിൽ സൈറ്റ് സീയിങ് ട്രിപ്പുകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നഗരവികസനത്തിന് ആയിട്ടുള്ള ഫണ്ട് ഇതുപോലെ ഇപ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബസ്സുകളും വന്നിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഈ വണ്ടികൾക്ക് വേണ്ടിയുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ കാണുന്ന ബസ്സുകളും സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം തന്നെ വന്നിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകളാണ്. ഈ PMIയുടെ ഇലക്ട്രിക് ബസ്സുകളെല്ലാം രജിസ്ട്രേഷനായി, നമ്പറിംഗ് ഒക്കെ കഴിഞ്ഞു. ഈ കാണുന്ന 2 ഇലക്ട്രിക് ബസ്സുകൾ ഡബിൾ ഡെക്കറുകൾ ഇന്ന്, അതായത് 17/1/2024 രജിസ്ട്രേഷൻ ആവുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഉടനെ തന്നെ ഇതിന് ഇനോഗ്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ സൈറ്റ് സീയിങ് ട്രിപ്പുകളിൽ ഈ വണ്ടികളെ നമുക്ക് കാണാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ സൈറ്റ് സീയിങ് ട്രിപ്പിനെ പറ്റിയുള്ള പരസ്യം കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ വെബ്സൈറ്റുകൾ, KSRTCയുടെ തന്നെ വെബ്സൈറ്റ്, അങ്ങനെയുള്ള വെബ്സൈറ്റുകളിലെല്ലാം ഈ സൈറ്റ് സീയിങ് ട്രിപ്പ് ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാനുള്ള സംവിധാനം കൂടി ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് ടൂറിസ്റ്റുകളാണല്ലോ മെയിനായിട്ടും സിറ്റി കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിനെപ്പറ്റി നേരത്തെ ഒരു ധാരണ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സൈറ്റ് സീയിങ് ട്രിപ്പുകൾക്ക് അത്യാവശ്യം ആളെ കിട്ടുന്നൊരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ഓൺലൈൻ ബുക്കിങ്ങും അതേപോലെ തന്നെ നോർമലി നമ്മൾ സിറ്റി ഡിപ്പോയിലുള്ള ബുക്കിങ്ങും എല്ലാം ആവശ്യമാണ്. ഓൺലൈൻ ബുക്കിംഗ് എന്തായാലും ഇതിന് വളരെയധികം അത്യാവശ്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ മുതലായ സ്ഥലങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള പരസ്യം കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ കൂടുതൽ ആളുകൾ ഇതിനെപ്പറ്റി അറിയുകയും കൂടുതൽ ആളുകൾ ഈ ഒരു സൈറ്റ് സീയിങ് ട്രിപ്പുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് നിലവിലുള്ള അപ്ഡേറ്റുകൾ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വീഡിയോസ് വരുന്നതായിരിക്കും. താങ്ക് യു.